ഇന്ന് കേരളത്തിലൊരു നിക്ഷേപകന് ജീവൻ നഷ്ടപ്പെട്ട സംഭവം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ആ വിഷയത്തിന്റെ കാതലിലേക്ക് വരും മുമ്പ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇതിനകം കേരളം കേട്ട് കഴിഞ്ഞതാണ്. ഒന്നുകൂടി കേൾക്കാം. ഇന്ന് വരെ ഒരാളിനെ വാക്കുകൊണ്ട് പ്രവർത്തനം ഇന്നുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതെനിക്ക് നമുക്കിപ്പം ഈ മാസത്തെ പൈസ തരും, അത് ഈ മാസം തന്നെ തരും. സഹാബ ഞാൻ പറഞ്ഞതല്ല, എനിക്ക് ഈ മാസം കൊടുത്തു. നാളെ പുള്ളിക്കാരെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഷിജോ ബന്ധപ്പെടും. എന്താ പറയുന്നത്? എന്റെ പൊന്ന് സഹാബ, നമുക്കിട്ട് എന്നാ എല്ലാവർക്കും കൂടി നമുക്കിട്ട് ഭയങ്കര പണിയാ പണിയുന്നേ. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്ന് സഹാബ, എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്ന് സഹാബ, എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. ഈ കേട്ട ധാർഷ്ട്യത്തിന് ബലി കൊടുക്കാനുള്ളതാണല്ലോ കേരളത്തിലെ മനുഷ്യരുടെ, നിക്ഷേപകരുടെ ജീവൻ എന്നുള്ളതാണ് കേരളം ഇന്ന് ചോദിക്കുന്ന ചോദ്യം. കട്ടപ്പനയിൽ സാബു എന്ന നിക്ഷേപകൻ, കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകൻ, അദ്ദേഹം ജീവിതം കൊണ്ട് അധ്വാനിച്ചു നേടിയ പണം തിരികെ ചോദിക്കുമ്പോൾ, ജീവിതാവശ്യങ്ങൾക്ക് തിരികെ ചോദിക്കുമ്പോൾ നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ, ഭീഷണിയുടെ ഒക്കെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. മേരിക്കുട്ടി സാബുവിന്റെ ഭാര്യയാണ്. മേരിക്കുട്ടി നമ്മളോടൊപ്പം ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീമതി മേരിക്കുട്ടി, ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളില്ലാതെ പോകുന്ന വേദന ഒരു വശത്തുണ്ട്. ആ സമയത്ത് ആ വിഷയത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് മാനസികമായി ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. നിങ്ങളുടെ ശബ്ദത്തിലൂടെയാണ് കേരളം ഇന്ന് ഇത്രയും വലിയ നീതികേടിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ഈ ചർച്ചയുടെ ഭാഗമാകാൻ ഉള്ള താല്പര്യം ഞാൻ അന്വേഷിച്ചത്. സ്വാഭാവികമായും ഇന്നത്തെ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ അനീതിക്ക് ഒരു പരിഹാരം വേണമെന്ന ഉറച്ച ബോധ്യം അങ്ങിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 1.5 വർഷമായി ഞങ്ങൾ വെള്ളയാങ്കുടിയിലെ സ്ഥലം, വെള്ളയാങ്കുടി കഞ്ഞിക്കുഴിയിലൊരു സ്ഥലവുമായിട്ട് വെച്ചുമാറ്റത്തിൻ്റെ കേസ് വന്നായിരുന്നു. അപ്പം ഞങ്ങൾ ബാങ്കിൽ നല്ല നിക്ഷേപം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അഡ്വാൻസ് പൈസ കൊടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും അവർ അഡ്വാൻസ് പൈസ തരാൻ പറ്റത്തില്ല, ഇപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് സെക്രട്ടറിയും വേറെ ബോർഡ് മെമ്പറും കൂടെ വന്ന് സംസാരിച്ചു. പക്ഷെ അങ്ങനെ നമുക്ക് സാധിക്കുകയില്ല, അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല, അഡ്വാൻസ് എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് അഡ്വാൻസിന് വേണ്ടി നമ്മൾ പുറകെ നടന്ന് 10 ലക്ഷം രൂപ വേണ്ടെടുത്ത് 3 ലക്ഷം രൂപ തന്നു. 3 ലക്ഷം രൂപ കൊടുത്ത് ആദ്യം നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ആ സ്ഥലക്കച്ചവടം മാറിപ്പോകുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് മാറിപ്പോകുന്ന അവസ്ഥയിലോട്ട് വന്നപ്പോൾ ഞങ്ങളും പിന്നെ റിക്വസ്റ്റ് ചെയ്ത്, ഞങ്ങൾ 2 പേരും കൂടെ ബാങ്കിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് അതായത് 60 ലക്ഷത്തിന് മുകളിൽ നമ്മുടെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പൈസ ചോദിക്കുന്നത്. അങ്ങനെ സ്ഥലക്കേസ് കുറേ നാളുകൊണ്ട്, അതായത് 2-3 മാസം കൊണ്ട് ഞങ്ങൾക്ക് അവർ കുറച്ച് പൈസ തന്ന് ആദ്യത്തെ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസയും പിന്നെ മേപ്പണം കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസയും കൂടെ കുറേ നാളോടി പല പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാണ് നമുക്കത് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ അവിടെ നിക്ഷേപിക്കുന്നതിൽ ഞങ്ങൾക്ക് അത്ര ഒരു താല്പര്യമില്ലാത്ത രീതിയിലായി. കാരണം ബാങ്കിന് എന്തെങ്കിലും ഒരു പന്തികേടുണ്ടാകുമെന്ന് സാവു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങളോട് പറഞ്ഞു, ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, 5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ 1 വർഷം കൊണ്ട് ഇത് സെറ്റിൽ ചെയ്തേക്കാം, നിങ്ങളുടെ പൈസ മുഴുവൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ അത് 5 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ മാസം ചെല്ലുമ്പം 5 ലക്ഷവും തന്നില്ല, ഒരു പൈസയും തന്നില്ല. അന്നേരത്തേക്കും ബോർഡ് മെമ്പേഴ്സ് പിന്നെയും മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വെച്ച് മാസം തരാമെന്ന് പറഞ്ഞു. ആ 3 ലക്ഷം ഞങ്ങൾ സമ്മതിച്ചു. കാരണം ബാങ്കിന് വല്ലാത്ത അവസ്ഥയാണ്, ബാങ്ക് പൈസ മുഴുവൻ ലോണായിട്ട് കൊടുത്തേക്കാണ്, അത് പിരിഞ്ഞു കിട്ടുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ സമ്മതിച്ചു, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെല്ലാം നമ്മൾ സമ്മതിച്ചു. 3 ലക്ഷം രൂപ വീതം മാസം തന്നേക്കാന്നുള്ള എഗ്രിമെൻറ്റിൽ ഞങ്ങൾ പോന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് സത്യം പറയുവാണെങ്കിൽ ജനുവരി മാസം ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ തന്നവർ. അത് കഴിഞ്ഞ് ഫെബ്രുവരി തൊട്ട് 3 ലക്ഷം പോയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്ത ബോർഡ് മീറ്റിംഗായി. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് നമ്മൾ വീട്ടിൽ കാരണന്മാർ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അതായത് കിടന്ന കിടപ്പിലാണ് അമ്മച്ചി 1.5 വർഷമായിട്ട്. അമ്മച്ചിയെ ഇട്ടേച്ച് ചാച്ചനെ ഇട്ടിട്ട് 93 വയസ്സുള്ള ചാച്ചനെ ഇട്ടേച്ചാണ് ഞാൻ ഈ ബാങ്കിൽ പോയി താമസിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പോയി ചോദിക്കുമ്പോൾ നടന്നില്ല. എനിക്ക് വിഷമം കയറി പല പ്രാവശ്യം ഞാൻ കരഞ്ഞിറങ്ങി പോരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്.
അവരുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം തിരിച്ചു വന്നു കഴിയുമ്പം പിന്നെയും അവർ സാവു വന്നിടത്തേക്കും ബാങ്കിൽ വരും. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് 2 ദിവസം കൊണ്ട് പിന്നെ നാളെ കഴിഞ്ഞ് പോവാം, അങ്ങനെ ഓരോ ദിവസം നീട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ച് പൈസ ആദ്യം കിട്ടിയത്. പിന്നെ അവർ ഈ ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് 1 ലക്ഷം രൂപ വെച്ച് തരാൻ പറഞ്ഞു. ഒരു ബോർഡ് മെമ്പർ പറഞ്ഞതാണ് 1 ലക്ഷം രൂപ നിങ്ങൾ അതും കൊണ്ട് സംതൃപ്തിപ്പെടുക, 1 ലക്ഷം രൂപ വെച്ച് അങ്ങ് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 1 ലക്ഷം രൂപ വെച്ച് തന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം പിള്ളേരുടെ പഠിത്തം പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇട്ടിരുന്ന പൈസയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ വെച്ച് ലാസ്റ്റ് ഞങ്ങളത് സമ്മതിക്കേണ്ട ഗതികേട് വന്നു. അവർ പറഞ്ഞു ഓണസദ്യ പോലും ഞങ്ങൾ ഉണ്ടിട്ടില്ല, അത്രയും ഞങ്ങൾ അവസ്ഥയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒത്തിരി പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. ലാസ്റ്റ് 1 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും കൂടെ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. 1,4 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഞങ്ങളെ അപമാനിച്ചിട്ടുണ്ട്. ശരിക്കും നാണം കെടുത്തി വിടുന്ന അവസ്ഥ. സാബുവും വരും, ഞാനും വരും. സാബു പല പ്രാവശ്യം പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേറെ ആൾക്കാരോട് പറഞ്ഞാലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമല്ലേ, ആ സ്ഥാപനം നിലനിന്ന് പോകണം, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഞാനതിന് പരമാവധി സാബുവിനെ പിടിച്ചു നിർത്താൻ നോക്കി. എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി ഞാൻ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് 1 ലക്ഷം രൂപ 1,4 ലക്ഷം രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 30-ാം തീയതി ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയും ഒന്നെങ്കിൽ 5-ാം തീയതി പോവാ, അല്ലെങ്കിൽ 4-ാം തീയതി പോവാ. അങ്ങനെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. സമയം 2 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ 2 തൊട്ട് 5 വരെ അവിടെ കുത്തിയിരിക്കേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ മാനേജ് ചെയ്ത് ഒരു 1.5 വർഷമായിട്ട് ഞങ്ങൾ ഈ ബാങ്കിൻ്റെ പുറകെ ഓടുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി കേസിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പക്ഷേ 2 വർഷം കഴിയാതെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് 2 വർഷം കഴിഞ്ഞാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ പെട്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. അപ്പം ഇൻഷുറൻസ് ഇല്ലെന്ന് ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോയ വഴി അറിഞ്ഞതുകൊണ്ട് ബാങ്കിൽ കയറി 4 മണിയായപ്പോൾ ചെന്നു. 5 മണി വരെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു പൈസ ഉണ്ടാകുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പൈസ കുറച്ച് കെട്ടി വെക്കണ്ടേ, ഓപ്പറേഷൻ്റെ കേസിന് വേണ്ടിയിട്ടും ആയിട്ടും 2 ലക്ഷം രൂപയോളം വേണമെന്ന് പറഞ്ഞു. എങ്ങനെയായാലും 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പൈസയും തരാൻ ഇപ്പോൾ സാധിക്കുകയായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് സാവു ഞങ്ങൾ പോയി അഡ്മിറ്റായി കഴിഞ്ഞ് സാവു ബാങ്കിൽ വന്ന് ചോദിച്ചിട്ട് ഒരു പരിപാടി നടക്കാതെ വന്നപ്പോൾ മൂത്ത കൊച്ച് അവൻ ചെന്ന് റിക്വസ്റ്റ് ചെയ്തു എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് പ്രധാനമാണ്, അമ്മയുടെ ജീവൻ എനിക്ക് രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് 40,000 രൂപ അവർ വൈകുന്നേരം അവൻ്റെ റിക്വസ്റ്റ് കൊണ്ട് മാത്രം 40,000 രൂപ തന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഒരു 40,000 കൂടി തന്നു. 80,000 രൂപ തന്നു. ഈ 80,000 രൂപയും കൊണ്ട് ഞങ്ങളുടെ ഓപ്പറേഷൻ നടക്കുകയില്ല. ഞങ്ങൾക്കൊരു 1.25 ലക്ഷം 2 ലക്ഷമൊക്കെ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ്റെ തന്നെ 95,000 രൂപയാവും. പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ അത്രയും ആവുമെന്ന് പറഞ്ഞു. സാവു ആകെ ടെൻഷനിലായി. പൈസ നമ്മൾ ആകെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് ഈ ബാങ്കിലാണ്. പൈസ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കഷ്ടപ്പെട്ടത്, അത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് ഓസ്ട്രേലിയയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് അതുപോലെ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്. സാവുവിന് വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ എല്ലാ മാസവും ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം സാവു പൈസ ചോദിക്കാൻ ചെന്നു. 10 മണിയായപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പം ബിനോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ പുള്ളി പറഞ്ഞു പോടാ പുല്ലേന്ന് പറഞ്ഞ് തള്ളിവിട്ടു എന്നാണ് സാവു പറഞ്ഞത്. തള്ളിവിട്ടു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് 2 സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ വേറെ പുള്ളിക്കാരിയുണ്ട്. അവർ 2 കൂടെ ചൂടായി ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ചു. അത് സാവുവിന് ഭയങ്കര ഷോക്കായിപ്പോയി. സാവു എന്നോട് വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അന്ന് മൊത്തം രാത്രി ഉറങ്ങിയിട്ടില്ല. 10:30 ആയപ്പോൾ വിളിച്ചു. ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഒരു 3 മണിയാകുമ്പോഴത്തേനും ഒരു കുറച്ച് പൈസ ഇടാവോ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് 3 മണിയായപ്പോഴും ഇവർ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടില്ല. അന്നേരം സാവു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ട്. ബിനോയിയെ തല്ലിയല്ലടാന്ന് ചോദിച്ചു. സാവു പറഞ്ഞു എനിക്ക് അങ്ങനെ ആരെയും തല്ലാനും അറിയത്തില്ല, ഞാൻ അങ്ങനത്തെ ഒരാളുമല്ലെന്ന് പറഞ്ഞു. താൻ അന്ന് ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു തരാം VR സജിഡിയിലാണ്. സൈസാറിൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സൈസാർ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ തൻ്റെ പേര് കേസൊന്നും കൊടുക്കുന്നില്ല, തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ സാവിൻ്റെ മൊബൈലിലുണ്ട് കംപ്ലീറ്റ്. തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വിഷമവും മാനസികമായിട്ട് തരിപ്പണമായി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും
കൊച്ചിനോട് പറഞ്ഞു നമ്മൾ ട്രാപ്പിൽ പെട്ടുപോയി മോനെ. എന്നാ ട്രാപ്പാ പപ്പ? അന്നേരം ഈ ബാങ്കുകാർ നമുക്കിനി പൈസ കിട്ടണ ഇച്ചിരി പാടാണ്, എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, മമ്മിയാണ് ആശുപത്രിയിലും, എനിക്ക് തന്നെ പോയി ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ എന്ന് പറഞ്ഞു. വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു ആട്. അത് കഴിഞ്ഞ് സംഘത്തിന് പോയപ്പോഴാണേലും ഭയങ്കര മാനസിക വിഷമമായിരുന്നെന്ന് കൊച്ചു പറഞ്ഞു. പക്ഷെ എന്താണെന്ന് നമുക്കറിയത്തില്ല. വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 100% ഭയപ്പാടുണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നു സംസാരിച്ചത്. അത് കഴിഞ്ഞ് 10:30 ആയപ്പോൾ ഞങ്ങൾ വിളിച്ചു. ഞാനും എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ ചേച്ചിയും കൂടെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാബുവിനോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനും കൂടെ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2 മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം, ഞാനും കൂടെ വന്ന് നമുക്ക് സംസാരിക്കാം, പൈസയുടെ കാര്യത്തിൽ പേടിക്കാതെ പൈസയുടെ. അപ്പം സാബു പറയുന്നത് എന്നെ അതുപോലെ അവർ എന്താണ് ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരവും അതുപോലെ എനിക്ക് ഹരാസ്മെൻ്റായി എന്ന് പറഞ്ഞു. എനിക്ക് പൈസയുടെ അല്ല കൂടുതൽ പ്രശ്നം വന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ജോയ് വെട്ടിക്കുഴി സാർ പിന്നെ കാണാതാവുന്നത് ജോയ് വെട്ടിക്കുഴി സാറിനോട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ജോയ് സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ അന്നും തലേ ദിവസവും പറഞ്ഞു ജോയ് സാറുമായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പോയി. അന്നേരം ഞാൻ പറഞ്ഞു നമ്മളൊരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ എളുപ്പമുണ്ട്, ഒത്തിരി പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് അത് മോശമാണ്. ഞാൻ എപ്പോഴും അത് തടഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സാബു പലരെയും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാനതെല്ലാം എങ്ങനെയായാലും അത് സ്ഥാപനം നിന്ന് പോയിട്ട് നമ്മളായിട്ട് അത് നശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ വന്നുകൊണ്ട് ഓപ്പറേഷൻ്റെ ഇത് വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് 10 വർഷമായിട്ട് ബ്ലീഡിങ് പ്രോബ്ലവും അങ്ങനെ പല പ്രശ്നങ്ങളും പനിയും ചുമയും എല്ലാം ആയി തീർന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നു. അങ്ങനെ പോയാണ് സാബു ഭയങ്കര നിരാശയിലായിപ്പോയി. കാണാതാകുന്നത് 5:45 കാണാതായത് രാവിലെ 5:45 കൊച്ച് വന്ന് നോക്കുമ്പം പപ്പായില്ല, ബെഡിലില്ല. അത് കഴിഞ്ഞ് കൊച്ചു പറഞ്ഞു പപ്പായെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പം പപ്പായെ കാണുന്നില്ല. സാധാരണ നമ്മൾ കടയുണ്ട്, ഒരു ചെറിയൊരു സ്റ്റേഷനറി കടയുണ്ട് നമുക്ക്. ആ കട തുറക്കാനായിട്ട് ഏത് ദുനിയാവിലാണേലും 7:15 സാബു വരുന്നതാണ്, ഒരിക്കലും വരാതിരിക്കുന്നതല്ല. 7 മണിയാകുമ്പോൾ കൃത്യം വന്ന് 7:15 കട തുറക്കുന്നതാണ്. അപ്പോൾ 7:15 കാണാതെ വന്നപ്പോൾ സാബുവിൻ്റെ ഇളയ പെങ്ങളുണ്ട് ഇവിടെ. ഞാൻ ഓപ്പറേഷന് പോയതുകൊണ്ട് ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തുണ്ടായിരുന്നു. അന്നേരം പെങ്ങൾ പറഞ്ഞു മൊത്തത്തിൽ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അന്നേരം കൊച്ച് ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി ബാങ്കിൻ്റെ അതിലെ അവനെന്തോ തോന്നി, ബാങ്കിൻ്റെ അതിലെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ബാങ്കിൻ്റെ അവിടെ കയറി ചെന്നപ്പോൾ അവസ്ഥയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത. ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി, മുകളിലത്തെ നിലയിലോട്ട് കയറുന്നിടത്ത് ഒരാൾ നിൽക്കുന്ന പോലെ തോന്നി. കൊച്ചന്തം വിട്ട് നിൽക്കുക, ആരുമില്ല താനും. നോക്കിയപ്പോൾ പപ്പായ. എന്നിട്ട് അവൻ 15 മിനിറ്റ് പപ്പായെ ആ നിശ്ചലമായ ശരീരം കെട്ടിപ്പിടിച്ച് നിന്നു. ആരുമില്ല, അഴിക്കാൻ പോലും ആരും അഴിക്കാനില്ല. ആ അവസ്ഥ ഒന്നോർത്തോന്നെങ്കിൽ ആ 15 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് അവിടെ 2 പണിക്കാർ മുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവരും കൂടെ വന്നാണ് കയറഴിച്ചു വിട്ടത്. അവനിപ്പോൾ സ്വപ്നത്തിൽ മൊത്തം ഇതാണ്. അത്രയും മാത്രം വിഷമിച്ചാണ് ഞങ്ങൾ കഴിയുന്നത്. മകനിപ്പോ എങ്ങനെയാണ് വീട്ടിലുണ്ടോ? ഇവിടെ നിൽപ്പുണ്ട്. ശരി. ഇനിയിപ്പോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിടത്ത് പരിഹാരം എന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നത് മേരിക്കുട്ടി? മുന്നോട്ട് പോകാനായിട്ട് ആരാണോ അവർ അന്നത്തെ ദിവസം ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ കർശന നടപടി വേണം. കാരണം അതുപോലെ ആഘാതമായിപ്പോയി. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. കാരണം അത്രയൊരു രോഗിയാണ് ഞാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കറിയത്തില്ല. പൈസ ഞങ്ങളുടെ ഒരു 15 ലക്ഷം രൂപയോളം അവിടെ ഉണ്ട് ബാങ്കിൽ. ആ പൈസയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾ
അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്വർണം പണയം വെച്ച് അത് പുതുക്കി വെക്കണമായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോണായിട്ട് തന്നാൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അവർ പൈസ തന്നില്ല. ഒരു 10 നയ പൈസ പോലും ലോണായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. എത്ര വയസ്സുണ്ട് മേരിക്കുട്ടി മകന്? ഹലോ, മകൻ എത്ര വയസ്സുണ്ട്? മകന് 18 വയസ്സായി. ശരി, 10 മിനിറ്റാണ് ഞാൻ നമ്മളോടൊപ്പം ഇരിക്കാം എന്ന് പറഞ്ഞത്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് മേരിക്കുട്ടി പറഞ്ഞ് കേരളം കേൾക്കണം എന്ന് കരുതി സംസാരിക്കാമെന്ന് മേരിക്കുട്ടി നൽകിയ ഉറപ്പിന്മേലാണ് നമ്മൾ സൂപ്പർ പ്രൈം ടൈമിൽ ശ്രീമതി മേരിക്കുട്ടി അതിഥിയായി വിളിക്കുകയും ചെയ്തത്. 18 വയസ്സുള്ളൊരു മകൻ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ശ്രീമതി മേരിക്കുട്ടി, സാബുവിൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം, ഇവരൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ വേദന കേരളം കണ്ട ദിവസങ്ങളാണ് ഇത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. നമ്മൾ ഈ വിഷയത്തിലാണ് ഇന്ന് ദീർഘമായി സംസാരിക്കാൻ വിചാരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ റെജി ലൂക്കോസ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ആരോപണം വരുമെന്നുള്ളത് കൊണ്ട് വ്യക്തമായും കൃത്യമായും പറയുന്നു. കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ, കേരളത്തിൻ്റെ സ്വന്തം കേരള മോഡലൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന സാമ്പത്തിക മുന്നോട്ട് പോക്കിൻ്റെ ഒക്കെ ആണിക്കല്ലാണ്, നട്ടല്ലാണ്. അതിനെ തകർക്കുക എന്ന് പറയുന്ന ശ്രമങ്ങളെ കേരളം ഒറ്റ മനസ്സോടെ ചെറുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം ഭരണസമിതിയാണ്. നോക്കൂ, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സാബുവിനോട് ഈ ഭരണസമിതിയിൽ അംഗമായ CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറി VR സജി സംസാരിച്ച ഭാഷ കേട്ടുവല്ലോ. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു നിക്ഷേപകൻ പോട്ടെ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന എന്ത് പ്രിവിലേജാണ് ഈ സമൂഹത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയിലുള്ള CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയായ ഇപ്പോഴത്തെയും പ്രധാനപ്പെട്ട നേതാവായ ഒരാൾക്ക് ഈ സമൂഹത്തിൽ ഉള്ളത്? അങ്ങനെ പണിയുമെന്ന് പറയാൻ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന എന്ത് പണിയാണ് ഇവർക്കൊക്കെ അറിയാവുന്നത്? മാധു, സാബുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ തുടക്കം കുറിക്കുന്നത്. മാധു ചോദിച്ച ചോദ്യത്തിന് തന്നെ ആദ്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഈ സജി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറിയും ആ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലിനായിരിക്കാൻ പറ്റത്തില്ല. ഏത് കോൺട്രസ്റ്റിലായാലും അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഇടുക്കി ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനോട് വിസ്തീർണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിസ്തീർണം ലഭിച്ച ഉടനെ യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ നടപടി പ്രതീക്ഷിക്കുന്നു. കാരണം അത് എടുക്കാൻ ആർജവമുള്ളൊരു പാർട്ടിയാണ്, ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന CPM എന്നൊരു പാർട്ടി. ഒരിക്കൽ കൂടി ഞാൻ ശക്തമാണ് അവലപിക്കുന്നു. ഈ സജി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ വാക്കുകൾ, അതും തൻ്റെ ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ആ സൊസൈറ്റിയിൽ അടയ്ക്കുകയും അത് ഘട്ടം ഘട്ടമായി കൊടുക്കാമെന്ന് പറയുക. അവസാനം തൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ വാക്കുകൾ വാസ്തവത്തിൽ കേരളത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനൊരു CPM പ്രവർത്തകനാണെങ്കിലും അയാളെ തള്ളി പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. കാരണം മനുഷ്യൻ്റെ പക്ഷത്തു നിന്നല്ല, അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സംസാരിക്കാൻ പറ്റില്ല. അതിലും കൂടുതൽ കുറ്റവാളികൾ, ജയിലിലടയ്ക്കേണ്ട കുറ്റവാളികളാണ് ആ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവരും. അത് സാബുവിൻ്റെ മരണക്കുറിപ്പിൽ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. മരിച്ച ഒരാളുടെ വാക്കുകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് തള്ളുകയും അപമാനിക്കുക, എത്രയോ രീതിയിൽ മാനസിക വിഷമം അപമാനിക്കപ്പെട്ടിട്ടായിരിക്കും തൻ്റെ പൈസ ചോദിച്ചെന്ന് ആ മനുഷ്യൻ അകാലത്തിൽ ആത്മഹത്യ ചെയ്തത്. ആ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും എന്താ പറയുക ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ല, അവരെ ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയുക ശൂന്യതയിലേക്ക് തള്ളിവിട്ടുള്ള ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മിനിറ്റ് അച്ഛന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വരുന്ന 10-18 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടതേയുള്ളൂ. ആ ഒരു ഗതികേട് ഒരു കുടുംബത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ധാർഷ്ട്യം എങ്ങനെയാണ് ഈ സംവിധാനത്തിനുള്ളിൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്? ഇവരൊക്കെ പൊതുപ്രവർത്തകരെന്നും സഖാക്കന്മാരും എന്നൊക്കെയല്ലേ വിളിക്കുന്നത്? എങ്ങനെയാണ് ആ ധാർഷ്ട്യം ഉണ്ടാകുന്നത്? അത് ഇപ്പോൾ സാബുവിന്റെ മരണം ഉണ്ടായിരിക്കുന്നു, കേരളം മുഴുവൻ ഈ ഓഡിയോ കേട്ടു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഏൽക്കുമോ? അതിനുശേഷം അവിടുത്തെ ഇപ്പോഴത്തെ CPM-ന്റെ നേതാക്കളോട് ചോദിക്കുമ്പോൾ പോലും സഹകാരി എന്ന നിലയിൽ വളരെ ബഹുമാനത്തോടെയാണ് അത്രേ പ്രവർത്തിച്ചത്, പെരുമാറിയത്. അതെന്തുതരം ബഹുമാനമാണ്? അല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു പ്രസ്ഥാനത്തെ ഇതിൻ്റെ പേരിൽ അടങ്കലെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. ബാധു തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിന്ന് സേവനങ്ങൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ മുഖം തിരിക്കുമ്പോൾ കൈത്താങ്ങായി
നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ഈ പ്രസ്ഥാനം ചർച്ചയിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെയും പാർട്ടിയെയും ഈ ഭരണസമിതിയെയും മൂന്നായി കാണാനുള്ള ബോധ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പൊൻതൂവലുകൾ കൊണ്ട് ഈ പറഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനത്തെ മൂടിവെക്കാൻ ശ്രമിക്കരുത് ശ്രീ റെജി ലൂക്കോസ്. അതിനും ഇതിനും തമ്മിൽ ബന്ധമില്ല. ഒരു സഹകരണ പ്രസ്ഥാനവും അതിന്റെ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് അയച്ച് പണി ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് നിങ്ങളുടെ മുൻ ഏരിയ സെക്രട്ടറി പറഞ്ഞ പണി, ഞങ്ങൾക്കറിയാം നിനക്കറിയില്ല എന്ന് പറഞ്ഞ പണി, ഇത് സ്വന്തം ഇച്ഛയാണ്. ഇത് അവനവനുണ്ട്. മറ്റുള്ളവന്റെ ജീവനുമേൽ, മറ്റുള്ളവന്റെ ശരീരത്തിനുമേൽ കുതിര കയറാനുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തരം പ്രിവിലേജ് ആണ്. അതുണ്ടാകുന്ന എവിടെ നിന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല, മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാനതിൽ ഉറച്ചു നിൽക്കുക. സജി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറിയെ പോലെയുള്ള നിഷ്ഠൂരന്മാർ ആണ് ഈ പാർട്ടിയിൽ എന്തൊക്കെ വെറുതെ അങ്ങനെ ബാധു പറഞ്ഞു പോരുത്, അങ്ങനെ പറയരുത്. ഈ പാർട്ടിയുടെ പ്രവർത്തകരിൽ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന ഒരു CPM സെക്രട്ടറിയിലും പാർട്ടി മെമ്പേഴ്സ് ഒരിക്കലും ഒരു സജിമാരെ പോലുള്ള കൂട്ടമല്ലെന്ന് ആദ്യം നിങ്ങളോട് പറയാം. പറഞ്ഞപ്പോൾ ഇദ്ദേഹം പാർട്ടി മെമ്പറും നേതാവുമൊന്നുമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാനതല്ല അയാളെ തള്ളി പറഞ്ഞത്. അയാളെ തള്ളി പറഞ്ഞു കട്ടപ്പന നിവാസികളും ഈ കേരളം മുഴുവൻ ഇന്ന് ആ മനുഷ്യനെ വെറുക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാർട്ടി പ്രവർത്തനമായിട്ട് ഇത്ര ആർജവത്തിനോട് ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ മാധുവിന് അതിന്റെ എസൻസ് അതിന്റെ ഇന്നർ മീനിങ് മനസ്സിലാവുന്ന കാര്യമില്ല. വേദനിപ്പിക്കുന്നു. എനിക്ക് മേരിക്കുട്ടി എന്ന് പറയുന്ന പ്രിയങ്കരിയായ സഹോദരി പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞ വാചകങ്ങളൊക്കെ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. കാരണം നമുക്ക് കുടുംബവും സമൂഹമൊക്കെ ഉള്ളതല്ലേ, ഒരു തെറ്റുമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു സംഘടനയെ ഒന്നടങ്കം ഇവരെല്ലാം നിഷ്ഠൂരന്മാരാണ്, സഖാക്കളെല്ലാം ക്രൂരന്മാരാന്ന് പറയുന്നതിനോട് ഒരു എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. VR സജി എന്ന ആളെ പേരെടുത്താണ് പറഞ്ഞത്. പക്ഷെ VR സജി എന്ന് പറയുന്ന ഒരു പേര് മാത്രമല്ലേ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ഒരു സഹകരണ സംവിധാനത്തിന്റെ ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ പലതരം ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പണി അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാനും അധിക്ഷേപിക്കാനും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഉള്ളതല്ല. ആ ബോധ്യം ഒരു 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 സംവിധാനത്തിന്റെ ഉള്ളിലിരുന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, തീർച്ചയായിട്ടും ഈ സജി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു മനുഷ്യന്റെ മരണത്തെയും കുടുംബത്തെയും അനാഥമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണെന്നുള്ളവരും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യമായി. അയാൾ CPM-കാരനാണ്, ഒരു CPM-ത്തിന് ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അയാൾ പറഞ്ഞ ഭാഷകളും ശൈലികളും നിനക്ക് ഞാൻ പണി തരും, നീ അങ്ങനെ പല മോശമായ വാക്കുകളും അയാൾ ഉപയോഗിച്ചു. നിനക്ക് അടി കിട്ടാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് അടിക്കുന്നത്? ഈ പാവപ്പെട്ട സാബു എന്ന് പറഞ്ഞ വ്യക്തി വിദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടായ പണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ പോലെ തന്നെ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയും ആ ബാങ്കിൽ തൻ്റെ പൈസ എടുക്കാൻ അവസാനം കെഞ്ചി തൻ്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷനാണ് കുറച്ച് പൈസ തരാൻ പറഞ്ഞപ്പോൾ പൈസ ഉണ്ടായിട്ട് പോലും കൊടുക്കാതെ കബളിപ്പിച്ച് മണിക്കൂറോളം ആ സ്ത്രീ തന്നെ അവിടെ കയറി ഇറങ്ങിയിട്ടും ആ പ്രവൃത്തി അയക്ക് എന്താ പറയുക, അത്തരം നിഷ്ഠൂര പ്രവൃത്തി ചെയ്ത സജി മാത്രമല്ല, ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യണം, അവരെ ജയിലിലിടണം. PP ദിവ്യ എന്ന് പറയുന്ന ഒരു സമുന്നത നേതാവിനെ എതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും അവരെ ജയിലിലിടുകയും ചെയ്തൊരു പാർട്ടി അത്. അവിടെ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സജിയെ എന്താ പറയുക ഒളിച്ചോടി നിൽക്കാനും തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ പറയുന്നത് ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ ആളുകളെ നിർത്തിയതും പിന്നീട് പദവിയിൽ നിന്ന് മാറി നിർത്തിയപ്പോൾ പകരം പദവി കൊടുക്കാനും സഹായിച്ച സംവിധാനത്തിന്റെ കൂടി പേരാണ് അങ്ങ് പറഞ്ഞ ഈ പാർട്ടിയും ഈ ഒപ്പം നിൽക്കലുമൊക്കെ. അതിവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങ് അത് പറഞ്ഞത് നന്നാവുകയും ചെയ്തു. ശ്രീ ജോയ് വെട്ടിക്കുഴി, പാർട്ടി ഒപ്പമുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ളത്. ഞാൻ വരാം ശ്രീ റെജി ലൂക്കോസ്, ഞാൻ വരാം. ശ്രീ ജോയ് വെട്ടിക്കുഴി, പാർട്ടി ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സാബുവിന്റെ കുടുംബത്തോട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഒപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് എവിടെയാണ് ഒപ്പം നിൽക്കുന്നത്? ഈ മനുഷ്യന്റെ സകല ജീവിത പ്രയാസങ്ങൾക്കും നേരെ കണ്ണടച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അപമാനിച്ച് കയ്യേറ്റം ചെയ്തൊക്കെ പറഞ്ഞു വിട്ട ആളുകൾ ഇപ്പോൾ എങ്ങനെയാണ് ഒപ്പം നിൽക്കുന്നത്? ഈ കുടുംബത്തോടൊപ്പം ഒരിക്കലും നിന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോഴാണെങ്കിൽ പോലും ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിനൊരു കേസെടുക്കുവാനോ അതിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുവാനോ ഒന്നും തയ്യാറാവാത്ത ആളുകൾ കുടുംബത്തോടാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? അങ്ങനെ കേസെടുത്തിട്ടുണ്ട്. അവിടെ 2 CI-മാരുടെ കട്ടപ്പനയിലെയും തങ്കമണിയിലെയും CI-മാരുടെ നേതൃത്വത്തിൽ 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഇന്ന് ആ അന്വേഷണ സംഘത്തെ ഒന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട്
ഒരു പൊതുജന ഒരു സമരം തന്നെ അതിന് വേണ്ടി വന്നു. കാരണം അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ SP കണ്ട് ഇതിനെ സംബന്ധിച്ച് നിവേദനം നടത്തി. അതിനുശേഷം ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല എങ്കിൽ ഡെഡ് ബോഡിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കാൻ പോലീസ് തയ്യാറായത്. അങ്ങനെയാണോ? അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനമെടുക്കേണ്ടത്? ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആ ഒരു കുടുംബത്തിന് നീതി കിട്ടത്തക്ക നിലയിലുള്ള അന്വേഷണ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ബാധ്യത ഈ ഗവൺമെൻറ്റിനില്ലേ? അന്വേഷണം മാത്രം നടത്തിയാൽ മതിയോ? ആ കുടുംബത്തിൻ്റെ എല്ലാ കാലഘട്ടവുമായി അവർ ഉണ്ടാക്കിയിരുന്ന അവരെ കൂടെ വടക്കേ ഇന്ത്യയിലും അതുപോലൊപ്പം തന്നെ വിദേശത്തുമൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ച് ആ പൈസയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം പറയണ്ടേ? അവരുടെ ഒരു സ്ത്രീ ആ യൂട്രസ് റിമൂവലിന് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടി തൊടുപുഴ ആശുപത്രിയിൽ കിടന്നപ്പോൾ ആ ഒരു ആശുപത്രിയിൽ കൊടുക്കാനുള്ള ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കെഞ്ചി യാചിച്ചിട്ട് ആ പൈസ പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ആളുകൾ അവരാണോ കുടുംബത്തോടൊപ്പം ഉണ്ടോ എന്ന് പറയുന്നത്? അങ്ങനെയാണോ? അവരുടെ പൈസ മേടിച്ച് ഡിപ്പോസിറ്റ് ചെയ്തതല്ലേ? ഡിപ്പോസിറ്റ് ചെയ്ത് ആ ഒരു പൈസ വന്ന് അവർ ചോദിക്കുന്ന സമയത്ത് അവരോട് ജീവിതം കൊണ്ട് ഭയപ്പെടുത്തുകയും കുടുംബത്തോട് കൂടി അല്ലേ? ജീവൻ കൊണ്ടൊക്കെ മറുപടി പറയാൻ ശ്രമിച്ചതിന് ശേഷവും അവരുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അവർ പോയി നിന്നത്. അവരുടെ അധ്വാനിച്ച പൈസ അവർ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചിരുന്നതല്ലേ? ഏതെല്ലാം തരത്തിൽ അവർക്ക് സഹായിക്കാമായിരുന്നു? അവർക്ക് കൂടെ ഈ ഇത്രയും ഒരു സ്ഥാപനമല്ലേ, 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇനിയും ബാലൻസ് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ? അവരാകെപ്പാടെ 2 ലക്ഷം രൂപയല്ലേ ചോദിച്ചുള്ളൂ. ഒരാഴ്ചയായിട്ട് അവർ ആ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നതല്ലേ? ഈ ഭരണസമിതിയും അവിടുത്തെ ജീവനക്കാരും കൂടി നോക്കിയിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യയുടെ ഒരു യൂട്രസ് റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നു. അത് കിട്ടാതെ വന്നതിൻ്റെ ഒരാഘാതം, ആ ആഘാതം അദ്ദേഹത്തിന് പത്രഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ട്. അദ്ദേഹം അവിടെ തന്നെ പോയി അങ്ങയോട് സാബു ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ശ്രീ ജോയ് വെട്ടിക്കുഴിയെ കാണാൻ പോകുന്നു എന്ന് ഭാര്യയോട്, മേരിക്കുട്ടിയോട് പറഞ്ഞിരുന്നു സാബു. പക്ഷേ അങ്ങനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ആളുകളെ ഇടപെടുത്തി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല, നമ്മുടെയൊക്കെ ചേർന്നൊരു സ്ഥാപനമല്ലേ എന്ന് കുടുംബത്തിൽ സംസാരിച്ചാണ് പിന്നീട് അത് ഒഴിവായത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹായം തേടുകയോ നിങ്ങൾ പൊതുപ്രവർത്തകരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ ഈ വിഷയം? എന്നോട് അദ്ദേഹം സംസാരിച്ചിരുന്നില്ല, സാബു എന്നോട് സംസാരിച്ചിരുന്നില്ല. സാബുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സാബുവിൻ്റെ കട ഉദ്ഘാടനത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കടയിൽ ഞാൻ പോയിട്ടുള്ളയാളാണ്. അപ്പോൾ അതുകൊണ്ട് സാബു വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ വഴിയിൽ വെച്ച് കാണുമ്പോഴും മറ്റ് പള്ളിയിൽ വെച്ചൊക്കെ കാണുമ്പോഴുമൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും സൗഹൃദം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മാനസിക പിരിമുറുക്കത്തിലാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് പോകത്തക്ക നിലയിൽ തള്ളിവിടുമായിരുന്നില്ല. അദ്ദേഹത്തെ ഏതെങ്കിലും ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറ്റുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹവുമായി പലപ്പോഴും സൗഹൃദങ്ങൾ പങ്കിട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒരു റിലീഫ് കിട്ടും എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി കാണുമായിരിക്കും. അതായിരിക്കും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചത്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഈ പണം ഒരു നിക്ഷേപകൻ കൊടുക്കുന്നു, അദ്ദേഹം അത് തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് കിട്ടാതിരിക്കുന്ന പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും അടക്കം സാമ്പത്തിക പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു വശത്ത്. അതിന് മറുവശത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് നേരെ, അയാളുടെ ആരോഗ്യത്തിന് നേരെ, അയാളുടെ ജീവിതത്തിന് നേരെയൊക്കെ ഇതൊക്കെ തങ്ങൾക്ക് അധീനപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന തരത്തിൽ ഭീഷണി മുഴക്കാൻ കഴിയുന്ന മനുഷ്യർ മറ്റൊരു വശത്ത്. ഇതിപ്പോൾ സാമ്പത്തിക പ്രയാസം കൊണ്ടാണ് ഇദ്ദേഹം ജീവൻ ഒടുക്കിയത് എന്ന് പോലും പറയാൻ കഴിയില്ല. ശരിയാണ്, സാമ്പത്തിക പ്രയാസം അവിടെയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നേരിടേണ്ടി വരുന്ന അപമാനം, കയ്യാങ്കളിയോളം പോകുന്ന സാഹചര്യങ്ങൾ, ഭീഷണി, നേരത്തെ മേരിക്കുട്ടി പറയുകയാണ് കയ്യേറ്റം ചെയ്യും എന്ന ഭീതി ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ നിലയ്ക്ക് ഒരു മനുഷ്യനെ തള്ളിവിടുന്ന സാഹചര്യം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സാധ്യമാകുന്നത്? നോക്കൂ, ലോകമെമ്പാടുമുള്ള ഗ്രാമീണ
ദരിദ്ര മേഖലകളുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്തിയ സംവിധാനമാണ് കോഓപ്പറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചർച്ച പലപ്പോഴും എത്തിപ്പെടുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് എന്ന തലത്തിലേക്ക് ചർച്ച പലപ്പോഴും പോവാറുണ്ട്. നോക്കൂ, ഭാരതത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ 98% അത് ഡയറി ആയാലും ഫോറസ്ട്രി ആയാലും ഹൗസിംഗ് ആയാലും അഗ്രികൾച്ചർ ആയാലും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന വലിയൊരു മേഖലയാണ് യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നുള്ള ചെറിയൊരു വ്യത്യസ്തമായി നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ബഹുഭൂരിപക്ഷവും നിയന്ത്രിക്കുന്നത് പാർട്ടിയും പാർട്ടിയുടെ മാടമ്പിമാരുമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില മുൻകരുതലുകൾ ആവശ്യമാണ്, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, ചില പരിശോധനകൾ ആവശ്യമാണ്, നിക്ഷേപകർക്ക് ചില സംരക്ഷണം നൽകേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചില ആവശ്യങ്ങളെയാണ് നമ്മൾ കേരളത്തെ സഹകരണ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ബഹളം വയ്ക്കാറ്. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞത് കേരളത്തിൽ മാത്രമുള്ള പ്രസ്ഥാനമല്ല, കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യ രാജ്യത്തും ലോകമെമ്പാടും വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിലെ 75% സഹകരണ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ അനുബന്ധ പ്രസ്ഥാനങ്ങളോ ആണ്. അത് വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തനം പരിശോധിച്ചാൽ അറിയാം. നിക്ഷേപകർക്കുള്ള സംരക്ഷണമല്ല, പലപ്പോഴും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ പാർട്ടിക്ക് ഇംഗിതത്തിന് താളത്തിന് തുള്ളുന്നവരോ ഉള്ള കള്ളപ്പണം ഒളിപ്പിച്ചു വെക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അന്യായമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാവപ്പെട്ട സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോഴും നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഇത്തരമൊരു ദുസ്ഥിതി ഉണ്ടാകുന്നത്? അത് നേരായ മാർഗത്തിലൂടെ നടന്നാൽ ഒരിക്കലും കേരളത്തിലെ ഒരു സഹകരണ സ്ഥാപനത്തിലും ഞാൻ പറയും ഇത്തരമൊരു തകർച്ച സാധ്യമല്ല. സഹകരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് നടത്തിപ്പുകാരുടെ ഇംഗിതത്തിന് വേണ്ടിയിട്ടുള്ള അസാൻമാർഗികവും അന്യായവുമായ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്നതിൻ്റെ കാരണമല്ലേ ഉള്ളത്? അത് പരിശോധിക്കുക. അത് സ്വാഭാവികമായിട്ടും ആരുടെ ഭരണത്തിലും ഏതൊരു സംവിധാനത്തിലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്ന് ഞാൻ തള്ളിക്കളയില്ല. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഇത്തരം ഡയറക്ടർമാരും ആളുകളൊക്കെ ആയിട്ട് വരും. അത് വരാതിരിക്കുക എന്നുള്ളതല്ല, വരുന്നതിനെ തടയുക, കണ്ടുപിടിക്കുക, തടസ്സപ്പെടുത്തുക. ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ഇതിപ്പോ ഒരു സഹകാരി, ഒരു മനുഷ്യൻ, ഒരു നിക്ഷേപകൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതൊരു മാനുഷിക പ്രശ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം നമുക്ക് ഈ ദിവസം വിളിച്ചിരുത്തേണ്ടി വന്നതും ആ വിഷയത്തിൽ സംസാരിക്കേണ്ടിയും ഒക്കെ വന്നത്. ഇത് ഈ ഭരണസമിതിയുടെ പ്രശ്നമാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ മുഴുവൻ ഈ പറയുന്ന സഹകരണ മേഖലയൊന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഇതേപോലെയാണെന്ന് പറയാൻ കഴിയില്ല. ശരിയാണ്, പുഴുക്കുത്തുകൾ ഏറെയുണ്ട്. നമ്മൾ കരുവന്നൂരിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥാപനവും കെടുകാര്യസ്ഥതയും ഇല്ലെങ്കിൽ നശിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഴിമതിയില്ല എന്ന് നശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശപ്പെടാൻ അത്തരം ഭരണസമിതികളും അത്തരം സഹകരണ സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. അതിന്റെ പട്ടിക എണ്ണി പറയാൻ നിന്നാൽ എല്ലാവർക്കും അതുമായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാകും. അതിലേക്ക് പോവുക എന്ന് പറയുന്നത് ഈ ദിവസം നമ്മൾ ആ മനുഷ്യനോടും അയാൾ സഹിക്കേണ്ടി വന്നതിനോടും ചെയ്യുന്ന ഒരു ന്യായമാകില്ല. മാധുവിൻ്റെ വാക്കുകളെ ബഹുമാന പുരസ്സരം ഞാൻ അംഗീകരിക്കുന്നു. മാധു, ഇത് ആദ്യമാണോ കേരളത്തിൽ? നോക്കൂ, 70 വയസ്സുള്ള ഫിനോമിന ദേവസ്യ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് തൻ്റെ അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ആ ബാങ്കിനെ സമീപിച്ചപ്പോൾ നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. 19 വയസ്സുള്ള ഒരു മനുഷ്യൻ ചങ്കുപൊട്ടി നിലവിളിക്കുന്നത് കേരളം കണ്ടതാണ്. മാധു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് ആദ്യമാണോ കേരളത്തിൽ? നോക്കൂ, 164 സഹകരണ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപകർക്ക് സമയത്തിന് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ നടപടികളും അന്വേഷണങ്ങളും പരാതികളുമായിട്ട് കേരളത്തിലുണ്ട് എന്ന വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുമോ? 399 സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ അന്യായമായ സാമ്പത്തിക സമാഹരണം, ബിനാമി സ്വത്തുക്കളിൽ പണം നിക്ഷേപിക്കൽ, കള്ളപ്പണം ഒളിപ്പിക്കൽ, രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതിന് വിഭിന്നമായ നിക്ഷേപം സ്വീകരിക്കൽ, ജീവനക്കാരെ നിശ്ചയിക്കൽ എന്നതിൻ്റെ പേരിലുണ്ടോ? അവിടെ ഒന്നുമല്ല മാധു നമ്മൾ ചിന്തിക്കേണ്ടത്. വാസവനും കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഴികയ്ക്ക് 40 വട്ടം കേരളത്തിലെ നിക്ഷേപകരെ സംരക്ഷിക്കലാണ് നടപടികൾ എന്ന് പറയുമ്പോഴാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാധു ഇതിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാത്തത്? ലോകമാസകലം വിജയിച്ച, അല്ലെങ്കിൽ കേരളത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന, എന്തുകൊണ്ട് വിരലെണ്ണാവുന്നതാണെങ്കിലും ഒരു ന്യൂനപക്ഷമാണെങ്കിലും 10% അതിൽ താഴെയാണെങ്കിലും ഇത്തരം സഹകരണ സ്ഥാപനങ്ങളുടെ വഴിയുടെ
ഗതി തെറ്റാണെന്ന് കാണുമ്പോൾ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലേ? ഓഡിറ്റുകൾ കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ പേരെഴുതി പറയുന്നില്ല. ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു മുൻ മാനേജർ സ്വന്തം 2 പെൺമക്കളുടെ പേരിൽ 6 ലോണാണ് എടുത്തിരിക്കുന്നത്. 8.36 കോടി രൂപ. മാധു, ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു 2 പേരുടെ പേരിൽ 7 ലോണുകൾ ഇങ്ങനെ ആവശ്യമായ സംവിധാനങ്ങളില്ലാതെ കൊടുത്തിട്ട് 2005 മുതൽ 2021 വരെ നടന്ന പ്രവർത്തനമാണ്. ഞാൻ ബാങ്കിൻ്റെ പേരൊന്നും പറയുന്നില്ല. മറ്റൊരു അതേ ബാങ്കിൽ സ്വന്തം സിസ്റ്റർ ഇൻ ലോയുടെ പേരിൽ 6 ലോണുകളാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ എടുക്കുമ്പോഴുള്ള ധൈര്യം എന്താണ്? ഇതിനാവശ്യമായ സെക്യൂരിറ്റി നൽകിയിട്ടില്ല. ഇത് ബാങ്ക് എന്ത് വിചാരിച്ചാലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. ബാങ്കുകളെ വിശ്വസിച്ച് അവിടെ നിക്ഷേപിക്കുന്ന ഈ പാവപ്പെട്ട എന്താ പറയുക, ജീവിതത്തിൻ്റെ സായം നാളുകളിൽ തങ്ങൾക്ക് ആശ്രയമാകുമെന്ന് വിശ്വസിച്ചിടത്തേക്ക് അവർ ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ ഓഡിറ്റൊക്കെ നടക്കുന്നുണ്ട്. ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച ഓഡിറ്റർ ഗീതാകുമാരിക്ക് ഭരണസമിതിയോട് അനുമതി വാങ്ങാതെ ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയെന്ന പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതാണ് സംവിധാനം എന്ന് പറയുന്നത്. അതായത് ഒരു ഭരണസമിതിക്കെതിരെ ക്രമക്കേട് ഉന്നയിക്കണമെങ്കിൽ ഭരണസമിതിയുടെ അനുമതി വാങ്ങണം എന്നുള്ളത് അടക്കമൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന രീതികൾ എന്ന് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസിലേക്ക് വീണ്ടും. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഇവിടെ അദ്ദേഹത്തിനെതിരെ പാർട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്രേ കേരളം മുഴുവൻ കേട്ടൊരു ശബ്ദരേഖയിലാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത്. ആത്മഹത്യ ചെയ്ത ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം കേരളം മുഴുവൻ കേട്ടതാണ്. നിയമ നടപടിക്ക് എന്താണ് ഇത്ര വൈകൽ? അല്ല, അത് തെറ്റായ ഒരു ചോദ്യമാണ്. കാരണം ഞാനിന്ന് കട്ടപ്പനയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട 1-2 പേരായിട്ട് സംസാരിച്ച പോലീസിൽപ്പെട്ട ഒരുപായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വിവരം അറിഞ്ഞ ഉടൻ പോലീസ് ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അന്വേഷണമായിട്ട്. ഇന്ന് ആ പ്രിയപ്പെട്ട മേരി കുട്ടി, അതായത് സാബുവിൻ്റെ ഭാര്യയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഈ വിഷമഘട്ടത്തിലാണെങ്കിൽ പോലും 9 അംഗങ്ങളടങ്ങുന്ന 2 CA അടങ്ങുന്ന 9 അംഗ അന്വേഷണങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. പാർട്ടിയുടെ ഭാഗത്ത് ശക്തമായ നടപടിയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നിസ്സംഗരായിട്ട് പോലീസ് നോക്കി നിൽക്കുന്നത് തെറ്റാണ്. അതിനാണ് ഞാൻ നേരത്തെ ദിവ്യയുടെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ കേസുണ്ട്, അന്വേഷണ സംഘമുണ്ട്. ഏതിനും ഒരു അല്ല മാധു, ഞാനൊന്ന് പൂർത്തിരിക്കേണ്ടത് ദയവായിട്ട്. അതായത് അന്വേഷിക്കുന്നതിന് അതിൻ്റെ സമയമല്ലേ. കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ ഈ ഓഡിയോ തന്നെ വലിയൊരു തെളിവ്. ഞാൻ തന്നെ അയാളെ തള്ളി പറഞ്ഞില്ല, എന്തെല്ലാം വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലയുടെ അതിൻ്റെ പേര് ജോയി എന്ന് തോന്നുന്നു, അതേ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എന്നെ അതിശയപ്പെടുത്തി. കാരണം പുൽപ്പള്ളി എന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകന് 60,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അയാളുടെ ബാങ്കിൽ നിന്ന് അയാൾ പ്രസിഡന്റ് മറ്റു കാര്യങ്ങളുമായി ഉദാഹരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെയും അതിൽ നിന്ന് തടയുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിന് ഒരു മെറിറ്റ് ഉണ്ട്, ഇതിലൊന്ന് നിൽക്കണം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, അതായത് ഈ PP ദിവ്യയുടെ കേസ്. പോലീസ് തപ്പി നടക്കുകയായിരുന്നു. ഒരു നോട്ടീസ് കൊടുത്തിട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അന്വേഷണത്തിലെടുക്കുന്ന കാലതാമസം, അതിന്റെ ചട്ടപ്പടി എന്നൊക്കെ പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ, ഡിവിഷൻ ബെഞ്ചിൽ, പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയി മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാവകാശമാണോ? അല്ല, ഞാൻ ആ PP ദിവ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പൂർത്തീകരിക്കാൻ സംഭവിക്കത്തില്ല. അത് ഞാൻ ഉദാഹരിക്കാനായിട്ട് ശക്തമായൊരു കാരണമുണ്ട്. PP ദിവ്യ ഈ സജി പറഞ്ഞ പോലെ നിനക്കിട്ട് ഞാൻ പണി തരും അല്ലെങ്കിൽ നിനക്കിട്ട് അടി തരും എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. അവർ പറഞ്ഞ ചില വാക്കുകളെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് വാർത്താ പ്രാധാന്യം നേടി. എന്നിട്ട് പോലും ഈ പാർട്ടി അവർക്കെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ്. നിങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയതിന്റെ പേരിലല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന്, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനത്തിൽ നിന്നൊക്കെയാണ് ആ ആത്മഹത്യ. അങ്ങനെയാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്. PP ദിവ്യ അടി തരുമെന്ന് പറഞ്ഞില്ലെങ്കിലും VR സജി പറഞ്ഞല്ലോ. എന്നിട്ട് VR സജി വീട്ടിലുണ്ടല്ലോ, അല്ലേ? മാധുവിന്റെ ഓർമ്മയിലേക്ക് ഒരു കാര്യം പറയാം. ആ പ്രിയപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ, ആ കുടുംബവും ഇപ്പോൾ പറയുന്നത് അത് കൊലപാതകമാണെന്നുള്ള. അപ്പൊ പിന്നെ എങ്ങനെയാ PP ദിവ്യയെ നമ്മൾ കുറ്റപ്പെടുന്നത്? അവർ കൊലപാതകമാണെന്നാ പറഞ്ഞേ. അത് അന്വേഷിച്ച് കണ്ടുപിടുത്തട്ടെ. കുറ്റവാളി PP ദിവ്യ ആണെങ്കിലും പോലും കർശനമായ രീതിയിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങട്ടെ. എന്താ തർക്കിക്കുന്നത്? ഞാനിവിടെ പറഞ്ഞത്, ഞാൻ വളരെ പോസിറ്റീവായിട്ടല്ലേ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾ ഈ ജയേന്ദ്രൻ ബാലകൃഷ്ണന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം എന്തെല്ലൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാട് കയറി പോകുന്നു എന്നുള്ളത്. ആത്മഹത്യയാണോ എന്ന് സംശയിക്കണമെന്ന് ആ കുടുംബം പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയാണ്. അവരുടെ അനുമതിയില്ലാതെ, അവരുടെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തപ്പെട്ടതിൽ നിസ്സഹായരായ പോയ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് വേണമെങ്കിൽ കോടതിയിലേക്കടക്കം പോകാം. ഈ പറയുന്ന ആളുകളെ പൂവ് പോലെ, പുഷ്പം പോലെ പുറത്തിറക്കിക്കൊണ്ട് വരാൻ കഴിയുന്ന ആത്മവിശ്വാസമൊക്കെ പാർട്ടി വക്കീലമാർക്കുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. മുറപ്പടിക്ക് ഇതിലേക്ക് വരൂ.
ഇവിടെയും ഈ പറയുന്ന പ്രശ്നമുണ്ടല്ലോ, നേരിട്ട് വെല്ലുവിളിക്കുന്നത് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിലടക്കം കേട്ടില്ലേ, കേരളം മുഴുവൻ കേട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടി ഉണ്ടാവാത്തത്? അല്ല, അയാൾക്കെതിരെ നടപടി ഉണ്ടാവുന്ന കാര്യത്തിൽ എന്താ സംശയിക്കുന്നത്? പോലീസ് അന്വേഷിച്ച് ഈ ശബ്ദരേഖയുടെ ബേസ് എന്താണ്, ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം പോലീസ് നടപടി സ്വീകരിക്കും. അയാൾ നിരീക്ഷണത്തിലായിരിക്കും. ഞാൻ തന്നെ അയാളോട് ശക്തമായ ഭാഷയിൽ ആ മനുഷ്യനെ തള്ളി പറഞ്ഞില്ല, ഞാൻ പാർട്ടി പ്രവർത്തകരായിട്ട് പോലും. എന്താ സംശയക്കാർ? CPM-കാരൊന്നും അങ്ങനത്തെ ഒന്നുമല്ല, മനുഷ്യരോടൊപ്പം നിൽക്കുന്നവരാ. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം. കേരളത്തിൽ 222 കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ കൃത്രിമത്വം ഉണ്ടെന്നും സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. അതിൽ 162 ബാങ്കുകൾ ഭരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാ. 10 BJP ജയേന്ദ്ര മാസ്റ്റർ പാർട്ടി 10. BJP-യുടെ ബാങ്കിൽ നിന്ന് മൊത്തം തട്ടിക്കൊണ്ട് പോയിരിക്കുന്നുണ്ട് 80-85 കോടി രൂപയാ. ഇനി നിങ്ങൾ ബഹുമാനപ്പെട്ട VM വാസുവിനെ കോട്ട് ചെയ്തല്ലേ, പറയുമ്പോൾ എല്ലാം പറയണ്ടേ? അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്ത് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി കേരള ബാങ്കിൽ നിന്ന് പോലും പണം എടുത്ത് കരുവന്നൂർ ബാങ്കില് 126 ആ രീതിക്ക് ചർച്ച പോകാൻ കഴിയില്ല ശ്രീ റെജി ലൂക്കോസ്. ഈ പറയുന്ന കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോലും പോകാതെ ഈ പറയുന്ന സാബുവിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ആത്മഹത്യ, അദ്ദേഹത്തിന്റെ ജീവൻ എന്ന വിഷയത്തിലേക്ക് ഊന്നി നിൽക്കുന്നത് അവിടെ ഒരു അനീതി, ഒരു നീതികേട് ഉണ്ടായി എന്ന ബോധ്യത്തിൽ നിന്നാണ്. നിങ്ങളുടെ CPM ഭരിക്കുന്നത്, നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്നത്, നിങ്ങളുടെ BJP ഭരിക്കുന്നത്, ആരൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന കണക്കെടുക്കാനുള്ള ചർച്ചയല്ലിത്. അല്ല, തീർച്ചയായിട്ടും അത് എനിക്ക് ഒപ്പം ഇരിക്കുന്ന രണ്ടുപേരും അവരുടേതായ ഭാഗത്ത് ന്യായീകരിച്ചപ്പോൾ മറുപടി പറയണ്ട. ഞാൻ ഇനി ആ ബാങ്കിലേക്ക് വരാം. ആ ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാം. ഈ കഴിഞ്ഞ തവണ ഭരിച്ചിരുന്ന അവിടെ UDF-ആ. അവിടെ ജനങ്ങൾക്ക് UDF-ന് കൊള്ളയടി മടുത്തിട്ടാണ് LDF-ന് അധികാരത്തിലേറിയ 20 കോടി രൂപയുടെ ബാധ്യതയാണ് ആ ബാങ്കിന്. 20 കോടി രൂപ. അതുകൊണ്ടാണ് അവിടെ പൈസ റിട്ടേൺ ചെയ്ത് താമസം വന്നത്. അതുകൊണ്ട് ആ താമസത്തെ ഞാൻ ന്യായീകരിക്കത്തില്ല ഒരു കാരണവശാലും. കാരണം ഈ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്ത് കൊടും ക്രൂരതയാണ്. അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അയാളുടെ പേര്, എൻ്റെ പേര് തന്നെ റജീന, അയാളുടെ പേര്, അയാളെക്കുറിച്ചും ആ മേരി എന്ന് പറയുന്ന ഭാര്യ പരാതി പറഞ്ഞിട്ടുണ്ട്. വളരെ മോശം. അതൊക്കെ അന്വേഷിക്കണം. അത്രക്കാരെ കുറ്റവാളികളാണ് ഈ പാർട്ടി എന്ന് പുറത്താക്കണം. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഈ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ബാങ്ക് നിക്ഷേപകന്റെ പണം കൊടുക്കാതെ അവരെ ആത്മഹത്യയിലേക്കടക്കം തള്ളിവിടാൻ കാരണമാകുന്ന സാഹചര്യം, ആ ബാങ്കിനെ നടുവൊടിക്കുന്ന അടക്കമുള്ള കെടുകാര്യസ്ഥതയ്ക്കൊക്കെ കാരണം നിങ്ങളുടെ പാർട്ടിയാണോ? അതെങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ കുറ്റപ്പെടുന്നത്? കഴിഞ്ഞ തവണ ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ശ്രീ ജോയ് വെട്ടിക്കുഴിയോടാണ് ചോദിച്ചത്. അങ്ങ് ഉന്നയിച്ച ആരോപണം ചോദ്യ രൂപേണ ഞാൻ ശ്രീ ജോയ് വെട്ടിക്കുഴിയിലേക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ചെല്ലുന്നത് എന്നൊക്കെ ഈ UDF-ന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു സഹകരണ സംഘം അത് LDF-ന്റെ കയ്യിലേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നൊക്കെ നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും പറയും. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്ര സംഘങ്ങൾ ഇവിടെ കോൺഗ്രസിൻ്റെ LDF പിടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു നിക്ഷേപകൻ പോലും സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ മേലിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇടയാവരുത്. ആ ഒരു നിലയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അയാൾക്ക് ആ നിക്ഷേപം തിരിച്ചു കിട്ടാതെ വരുന്നത് അത് ഏത് ഭരണസമിതി ഭരിക്കുന്ന സംഘത്തിൽ നിന്നാണ് എന്നുള്ളതല്ല. ഒരിക്കലും ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ അടിസ്ഥാനപരമായി സാബുവിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിക്ഷേപം തിരികെ കിട്ടാത്തതിന്റെ പേരിലാണ്. അത് ഏത് ഭരണസമിതി ഭരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാകുന്നത് ആ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്നത് കൊണ്ടാണ്. അത് ഏത് ഭരണസമിതി എന്ന കാര്യത്തിൽ പ്രസക്തി ഉണ്ടാകുന്നത് ആ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. സാബു ഈ നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ ബാങ്ക് ഭരിക്കുന്നത് ആരാണ്? സാബു നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ ബാങ്ക് ഭരിക്കുന്നത് ആരാണ്? ബാങ്ക് ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു ബാങ്കാണ്. കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും രൂപീകൃതമായ ഒരു ബാങ്ക് LDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ LDF ഭരണസമിതി അവിടെ വരണമെങ്കിൽ അതിൻ്റെ ഒരു സൂത്രം എന്താണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട്ട് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടില്ലേ? അങ്ങനെയാണല്ലോ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന പല സംഘങ്ങളും CPM-ന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ആളുകൾ വോട്ട് ചെയ്താണോ അങ്ങനെ ഒരു CPM-ന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്? ആ രീതിയിലാണ് ഈ സംഘത്തിൻ്റെയും നിയന്ത്രണം കഴിഞ്ഞ 2 ടേമായി CPM-ന്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ആരുടെ കയ്യിലാണ്? CPM ഇതിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഒരു അവരുടെ നേതൃത്വത്തിൽ
ഉള്ള ഭരണസമിതി ഇത് രണ്ടാമത്തെ ടേമാണ് ഇപ്പോൾ അവർ അധികാരത്തിലിരിക്കുന്നത്. എത്ര വർഷം? അപ്പം ഈ അതായത് ഈ LDF ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ബാങ്കിന്റെ ഭരണം LDFന്റെ കയ്യിലേക്ക് പോയത്. എത്ര വർഷം? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? എത്ര വർഷമായി അവിടെ ഇടതു ഭരണസമിതി അധികാരത്തിലിരിക്കുന്നു? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 7 വർഷത്തിൽ കൂടുതലായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയാണ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. ഈ സാബുവിന്റെ നിക്ഷേപം അടക്കം ഉണ്ടാകുന്നത് എത്ര കാലമായിട്ടാണ്? സാബുവിന്റെ നിക്ഷേപത്തെ പറ്റി അവർ പറയുന്നത് ഒരു 2000 വളരെ കാലങ്ങൾ മുമ്പ് മുതൽ അദ്ദേഹത്തിന് ബാങ്കിൽ ഇടപാടുണ്ടായിരുന്നു. 2020 അദ്ദേഹത്തിന്റെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ പിൻവലിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം പൈസ ഡിപ്പോസിറ്റ് ചെയ്തു. ആ പൈസ തിരിച്ചു കിട്ടുന്നതിനാണ് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ള നിലയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിന്റെ ബാക്കി അതായത് പിൻവലിച്ചതിന് ശേഷം വീണ്ടും നിക്ഷേപം അവിടെ നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശരി, ഓക്കെ. അവിടെ ഡിപ്പോസിറ്റ് അതിനകത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ സഹകരണ സംഘങ്ങൾക്ക്, അതായത് LDF ആവട്ടെ UDF ആവട്ടെ, അവർക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഇന്ന് കേരളത്തിൽ ഒരു സംവിധാനമില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് നിൽക്കുകയാണ്. നേരത്തെ ഏതെങ്കിലും സംഘത്തിന് ഇതുപോലെ ഒരു നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് ഓടിച്ചെന്ന് ജില്ലാ ബാങ്കിനോട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഒരു ഓടി കിട്ടി അവർക്ക് ഈ ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഒക്കെ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. ഈ ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിട്ട് അതെല്ലാം കേരള ബാങ്കായിട്ട് മാറിക്കഴിഞ്ഞതോടുകൂടി ഈ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ ചെറുകിട സഹകരണ സംഘങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കാനായി ആരുമില്ല. നേരത്തെ ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇനി ഏതെങ്കിലും ഒരു ഭരണസമിതി മോശമാണ് എങ്കിൽ അവിടെ ഗവൺമെന്റ് ജില്ലാ ബാങ്കിൽ അത്തരം സംവിധാനങ്ങൾക്ക് പണം കൊടുക്കാനേ കഴിയുള്ളൂ. അത്തരം സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അല്ലല്ലോ മനുഷ്യന് നേരെ ഭീഷണി ഉണ്ടാകുന്നത്. ശ്രീമതി മേരിക്കുട്ടി ഇവിടെ വന്നു പറഞ്ഞു കൈകാര്യം ചെയ്യും എന്ന ഭീതി ഉണ്ടായിരുന്നു സാബുവിന് എന്ന്. ആ ഭീതി ഈ സംവിധാനങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാവുന്നതല്ല, അത് കൃത്യമായ ഭീഷണി കൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹകരണ മന്ത്രി അടക്കം ഇവിടെ ഒരു പുതിയ ഫണ്ട് രൂപീകരിക്കുന്നതിനെ പറ്റി, അതിൽ നിന്ന് പ്രശ്നങ്ങളുള്ള സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനെ പറ്റിയൊക്കെ ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംവിധാനങ്ങൾക്കൊന്നും പണം കൊടുത്ത് സഹായിക്കാനേ കഴിയുകയുള്ളൂ. മനുഷ്യൻ അവന്റെ നിസ്സഹായതയുടെ പുറത്ത് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കയ്യേറ്റം ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഉള്ളിടത്താണ് ജീവൻ കൊണ്ട് മറുപടി പറഞ്ഞ ആളുകൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് ലോകത്ത് നിന്ന്. ഞാൻ ഇതിന് രാഷ്ട്രീയമായിട്ട് എന്റെ കക്ഷിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നോടാണ് ചോദ്യം സാർ, എന്നോടാണ് സാർ ചോദ്യം, എന്നോടാണ് ചോദ്യം സാർ, എന്നോടാണ് ചോദ്യം, എന്റെ അവസരമാണ്. മാധു, ഞാൻ ഇതിന് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങളെ തട്ടിൽ വെച്ചിട്ട് അത് കൂടുതൽ അതിൻ്റെ ഏറ്റക്കുറിച്ചിലിനെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കാൻ തുനിഞ്ഞത്. താങ്കൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചോദിക്കുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരുപക്ഷെ മാതൃഭൂമിയുടെ ചർച്ചയും ഇന്നത്തെ ഒരു സെൻസേഷണൽ ന്യൂസ് എന്ന നിലയിൽ നമ്മൾ നാളെ വിസ്മരിക്കും. ആത്മഹത്യ ചെയ്തവരെക്കാൾ ആത്മഹത്യയ്ക്ക് വേണ്ടി ചെയ്യാൻ ധൈര്യമില്ലാതെ മരണത്തിന് കീഴടങ്ങുന്നവരും നിരവധിയുണ്ട്. അപ്പോൾ മാധു, ഇതിന് ഒരു കൃത്യമായ പരിശോധനയും അതിൻ്റെ നിയന്ത്രണവുമല്ലേ ആവശ്യം? അവിടെയല്ലേ നമ്മൾ സത്യത്തിൽ എത്തേണ്ടത്? നോക്കൂ നിങ്ങൾ, ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരുപക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് മാധുവിൻ്റെ കൈവശമുള്ള ഓഡിയോ ഫോൺ സംഭാഷണത്തിൽ രണ്ടാമത്തത് ഞാൻ മാധുവിനെ അയച്ചിട്ടുണ്ട്. മാധു ഒന്ന് കേൾക്കുമോ അത്? മാധു, അതിനകത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്നത് സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ പ്രവർത്തനം നടത്തിയാൽ ഒരിക്കലും തകരില്ല. പകരം നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് തന്നെ പറയുന്നു രണ്ടാമത്. ആദ്യം അദ്ദേഹം ഈ മരണപ്പെട്ട വ്യക്തി അങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ രണ്ടാമത് അല്പം ശാന്തനായതിനു ശേഷം ഈ സഖാവ് ഇങ്ങോട്ട് വിളിക്കുകയാണ്. അതിലയാൾ പറയുന്നത് എന്താണ്? എനിക്ക് പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയതിൽ 80 ലക്ഷം രൂപ പാർട്ടി ഇങ്ങോട്ട് തരാനുണ്ട്. എന്തിനാണ് ഈ മനുഷ്യനോട് ഈ പറഞ്ഞ കാര്യം? നിങ്ങൾ നോക്കൂ, തകർന്ന ബാങ്കുകളുടെ മുഴുവൻ ആസ്തിയും അതിൻ്റെ വിനിയോഗവും പരിശോധിച്ച് നോക്കൂ. ഇത് തടയുകയല്ലേ നമുക്ക് ആവശ്യം? ഇങ്ങനെ ബിനാമി പേരിൽ കള്ള നിക്ഷേപം നടത്താൻ, അത് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്ക് ആവശ്യമായ സ്വത്ത് വിവരങ്ങൾ വാങ്ങിപ്പെട്ടാൽ, ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള പോലീസ് ഒരു FIR ഇട്ടേക്കാം, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹം അകത്തു പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം.
അകത്തു പോയാൽ പാർട്ടി തന്നെ ചുവന്ന നാടയിട്ട് സ്വീകരിക്കും. ഒരുപക്ഷെ റെജി ലൂക്കോസിന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഇന്ന് അദ്ദേഹം യാചിക്കുന്ന ഇതേ നാവ് കൊണ്ട് നാളെ അദ്ദേഹം സഖാവല്ലേ, അദ്ദേഹത്തിന് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കും. നോക്കൂ, AR നഗർ ബാങ്ക് മുതൽ ഇങ്ങോട്ട്, ഞാൻ കക്ഷിയെ പറയുന്നില്ല, കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസം മാധുവിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നു. ലോകായുക്തയുടെ മുമ്പിൽ 20 ബാങ്കുകൾക്കെതിരെ 2 മാസത്തിനുള്ളിൽ പരാതികൾ വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ ഓഡിറ്റിംഗ് സത്യസന്ധമാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എത്ര വർഷമായി കേരളത്തിലെ സഹകരണ ഓഡിറ്റർമാർക്ക് പരിശീലനം കൊടുത്തിട്ട് എന്ന് മാതൃഭൂമി അന്വേഷിക്കുമോ? ഓഡിറ്റർമാർക്ക് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അത് പരിശോധിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? തീർന്നില്ല. കേരളത്തിലെ ബാങ്കുകൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പോലും, കേരളത്തിലെ ബാങ്കുകളിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പോലും അപ്ഡേറ്റഡ് ആണോ? അപ്പൊ എന്താണ്, മന്ത്രി വാസവനും മറ്റുള്ളവരും പണ്ടുണ്ടാക്കിയിട്ട് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുകയാണോ മാധു അഭികാമ്യം? അതല്ല. ഈ പാവപ്പെട്ട കൊല്ലപ്പെട്ട രാജേന്ദ്രൻ മുതൽ അല്ലെങ്കിൽ മരണപ്പെട്ട ഫിലോമിന മുതൽ ഇത്തരം ആളുകൾക്ക് ഒരുപക്ഷെ 2 ദിവസം നമ്മൾ ചാനലിൽ നിന്ന് ചർച്ച ചെയ്യും, നമ്മൾ മുതലക്കണ്ണീരെടുക്കും, നമ്മൾ വിസ്മരിക്കും. ഇന്നൊരുപക്ഷെ നടപടിയുണ്ട് എന്ന് നാളത്തെ ഒരു പത്രവാർത്തയോട് അവസാനിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എല്ലാവരും കള്ളന്മാരല്ല, എല്ലാവരും കൊള്ളക്കാരുമല്ല, എല്ലാത്തിലും നല്ലവരുമുണ്ട്. പക്ഷേ ആ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണ്ടേ? ഓഡിറ്റിംഗ് കാര്യക്ഷമമായിട്ട് നടക്കണ്ടേ? അവർക്ക് ആവശ്യമായ സാങ്കേതിക പിൻബലം കൊടുക്കണ്ടേ? അവർക്ക് പരിശീലനം ലഭിക്കണ്ടേ? അതിന് ഇത്തരം കളവുകൾ നടത്താതിരിക്കാനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ രൂപയ്ക്കും സർക്കാരാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ ഗ്യാരണ്ടി തേടിയെത്താത്ത മനുഷ്യരിൽ ചിലർ എല്ലാം വെച്ചവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണേണ്ടി വരുന്നത് ഒരു ഗതികേടുമാണ്. ശ്രീ റെജി ലൂക്കോസ്, ആരാണ് സഹകരണ മേഖലയ്ക്ക്, നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ നട്ടല് എന്ന അഭിമാനത്തോട് പറയുന്ന സഹകരണ മേഖലയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്? ആരാണ് അതിന് ഉത്തരവാദി? ആർക്കാണ് സംരക്ഷിക്കാൻ കഴിയുക? ഇത്തരം പ്രവണതകൾ ഇങ്ങനെ അനസ്യൂതം തുടരുന്ന സമയത്ത് മനുഷ്യൻ അവനവന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം. ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റ് എന്ന് പറയുന്ന ആട് മാഞ്ചിയം സഹകരണ സംഘങ്ങൾ എന്ന നിലയ്ക്കാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന ചീത്തപ്പേര് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അല്ല, മാധു, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ആരാണ് ഈ സഹകരണ മേഖലയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് ചോദിച്ചു. വളരെ 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 ഉചിതമായ ചോദ്യമാണ്. ഞാനതിനോട് യോജിക്കുന്നു. ഞാനൊരു കണക്ക് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ചീത്തപ്പേരുള്ളവർ വരെ നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും തികഞ്ഞ് 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു സംവിധാനം ലോകത്തിലില്ല. പക്ഷേ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രനാഥ് ഇവിടെ വെളിപ്പെടുത്തിയ ഒരു 80 ലക്ഷത്തിന്റെ കണക്കുണ്ട്. അത് പല ചാനലുകളും അത് പുറത്തു വിട്ടു. ആ ഓഡിയോ എൻ്റെ കിട്ടിയത് ഞാനത് മനഃപൂർവ്വം തീർച്ചയായിട്ടും അതാണല്ലോ ഞാൻ പറഞ്ഞത്. അത് ലോകം മുഴുവൻ കേട്ടു. ഇപ്പോൾ ജയേന്ദ്ര മാഷ് അത് എടുത്തിട്ടു. ഞാൻ അതിനെക്കുറിച്ച് പറയാതിരുന്ന മനഃപൂർവ്വം. പക്ഷേ 80 ലക്ഷം രൂപ പാർട്ടി ഓഫീസ് പണിത ബേസിൽ എനിക്ക് പാർട്ടി തരാനുണ്ടെന്നൊരു സഖാവ് പറയാൻ പാടില്ല. അത് ഈ പാർട്ടിനെ അദ്ദേഹം ആഹ്വാനിക്കുന്ന തുല്യമായിരുന്നു. അതൊക്കെ സാധാരണ രീതിയിൽ പൈസ ഉള്ളവരെ കൊടുക്കും, പിന്നീട് പാർട്ടി തിരിച്ചു കൊടുക്കുക. അതൊക്കെ ഏത് പാർട്ടിന് സംഭവിക്കുന്ന, അവിടെ അഴിമതിയൊന്നുമില്ല. അങ്ങനെ പറയാൻ അങ്ങനെ നാവ് പൊന്തിയ ഒരു വ്യക്തിയെ ഞാൻ പറയുന്നു ശക്തമായിട്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ പാർട്ടി CPM എന്ന് പറഞ്ഞ ജനകീയ പ്രസ്ഥാനം ആ മനുഷ്യരെ നടപടി സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതിന് സൂചന ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി വർഗീസ്, ബഹുമാനപ്പെട്ട സഖാവ് വർഗീസ് അത് പറഞ്ഞു കഴിഞ്ഞു. അതിലൊന്നും ഒരു തർക്കമില്ല കാര്യത്തിൽ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ നാടിൻ്റെ ഞാടി നരമ്പുമായിട്ട് ബന്ധപ്പെട്ടതാ. ഒരു തർക്കമല്ല കാര്യത്തിൽ. കേരളത്തിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോയി വട്ടക്കുഴി ഇവിടെ പറഞ്ഞല്ലോ, അവിടെ 7 വർഷമൊന്നും ആയില്ല സാറേ, 4.25 വർഷമായുള്ളൂ അവിടെ ഭരണത്തിലേറിയിട്ട്. നിങ്ങളുടെ ഭരണകാലത്താണ് 82 ലക്ഷം രൂപ പാവപ്പെട്ട മനുഷ്യർക്ക് നിക്ഷേപിച്ചത്. 20 കോടി രൂപയാണ് നിങ്ങൾ ബാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ തട്ടിപ്പടുത്തിയെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. ലോൺ കൊടുത്ത് തിരിച്ചു കിട്ടാത്തതുകൊണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അതിന് സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഇദ്ദേഹത്തിന് തന്നെ LDF പരിഹാരം കാണുകയും വേണ്ടതാണ്. പക്ഷെ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തും, കായികമായി കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെങ്കിൽ അതിന് ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ ഭീഷണി മുഴക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോഴും തുടരാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കാനുള്ള അന്വേഷണത്തിലാണ് കാര്യങ്ങൾ. ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനും ഇവിടുത്തെ ഏത് പാർട്ടിയാണെങ്കിലും വ്യവസ്ഥാപിത ഒരു മാർഗ്ഗമുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ വസ്തുത എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും. ഞാൻ അതിനാണ് ഈ PP ദിവ്യയുടെ ഉദാഹരണം പറഞ്ഞത്. PP ദിവ്യ എന്ന് പറയുന്ന ആൾ പ്രത്യക്ഷത്തിൽ ഒരു പൊതുസമൂഹത്തിന് ഒരു പ്രതിഫലനമായിട്ട് പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അവരെ അങ്ങനെ വലിയ കുറ്റവാളിയാക്കുന്നതോടുകൂടി എനിക്ക് അന്നും ഒന്നും യോജിപ്പില്ല. പക്ഷെ തെറ്റുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടട്ടെ.
പക്ഷെ ഇവിടെ അതല്ല. അല്ല, ആ ഉദാഹരണ കണക്കിനാണ് കാര്യങ്ങളെങ്കിൽ സ്വാഭാവികമായും കോടതിയിലേക്ക് ജാമ്യത്തിലേക്ക് പോകാനുള്ള സാവകാശമൊക്കെ കൊടുത്ത് ഒന്ന് നോട്ടീസ് അയക്കാൻ പോലും മുട്ടുവിറച്ച് പോലീസ് നിന്ന് അതിനുശേഷം എത്രയോ ദിവസങ്ങൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തിരുന്നതിനൊക്കെ ശേഷം ആ സാവകാശമൊക്കെ VR ജോയ്ക്കും കിട്ടും എന്ന് ക്ഷമിക്കണം VR സജിക്കും കിട്ടും എന്ന് വിചാരിക്കേണ്ടിയിരിക്കും. അത് എന്തുകൊണ്ടുണ്ടാവുന്നു? അതും ഒരു പ്രിവിലേജ് അല്ലേ എന്ന് ചോദിച്ചു പോയതാണ് ശ്രീ റെജി ലൂക്കസ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. നഷ്ടപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവന് പരിഹാരം എന്തു പറയാൻ കഴിയും എന്നുള്ളതാണ് കേരളം ഇന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോഴും അമ്മ അച്ഛൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു കരയുമ്പോൾ അടുത്ത് വന്നിരുന്ന ഒരു 18 വയസ്സുകാരൻ നമ്മൾ കണ്ടതാണ്. അച്ഛൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് 15 മിനിറ്റ് എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാതെ പോയ ഒരു കുഞ്ഞിനോട് മറുപടി പറയേണ്ട ബാധ്യത എങ്കിലും നമുക്കുണ്ട്.